There's no better place than here to win trophies. I have goals like winning the Champions League, La Liga, Copa del Rey and everything else. ഒടുവിൽ പാരീസിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടമെത്തിയിരിക്കുന്നു. കലാശപ്പോരിൻ്റെ പിറ്റേന്ന് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്ന് പറന്നെത്തിയ വിമാനം മോഹക്കപ്പ് പാരീസിൻ്റെ മണ്ണിലെത്തിച്ചപ്പോൾ അവിടെ കിലിയൻ എംബാപ്പയെ ഓർക്കാത്തവരുണ്ടാകില്ല. യൂറോപ്പിലെ മോഹക്കപ്പിന് കൊതിച്ച് മഡ്രിഡിലേക്ക് വിമാനം കയറിയ എംബാപ്പയ്ക്ക് ഇതിൽ പരം തിരിച്ചടി മറ്റെന്താണ്? പാരീസിൽ പലകുറി ശ്രമിച്ചിട്ടും അത് സാധ്യമാകില്ലെന്ന യാഥാർത്ഥ്യമറിഞ്ഞതോടെ 2024 ഒരു ജൂൺ മാസത്തിൽ ലോക ഫുട്ബോളിലെ വമ്പനൊരു കൂടുമാറ്റത്തിലൂടെയാണ് എംബാപ്പെ മഡ്രിഡിലേക്ക് പറന്നത്. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചത്. എംബാപ്പെ മടങ്ങിയതിന് പിന്നാലെ ഇതാ തുടർച്ചയായ 2ാം വർഷവും പാരീസ് സെന്റ് ജെർമൻ കിരീടം ചൂടിയിരിക്കുന്നു. 2024-25 സീസണിൽ കന്നി കിരീടം, ഇപ്പോഴിതാ 2025-26 സീസണിൽ 2ാം കിരീടം. പാരീസുകാർ എംബാപ്പയെ ഓർക്കാതെ പോകുന്നത് എങ്ങനെയാണ്? 2011 ഒക്ടോബർ 7 ഖത്തറിലെ സർക്കാർ ഉദ്യോഗസ്ഥനും സർവോപരി ബിസിനസ്സുകാരനും പ്രൊഫഷണൽ ടെന്നീസ് താരവുമായ നാസർ അൽ ഖലീഫി പാരീസ് നഗരത്തിലേക്ക് പറന്നെത്തിയത്. അവിടെ അദ്ദേഹത്തെ കാത്ത് ഒരു ക്ലബ്ബ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഫാഷൻ നഗരത്തിന് പ്രതാപകാലത്തുണ്ടായിരുന്ന ഫുട്ബോൾ പെരുമ തിരിച്ചുപിടിക്കണം, ഇതായിരുന്നു ലക്ഷ്യം. ഖ്യാതിയൊട്ടേറെയുള്ള PSG നവീകരിച്ചെടുക്കാനുള്ള ഉദ്യമത്തിനായിരുന്നു ഖലീഫി ഖത്തറിൽ നിന്ന് ഈഫൽ ഗോപുരത്തിൻ്റെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്തത്. പാരീസ് സെന്റ് ജെർമൻ്റെ പ്രസിഡന്റ് സ്ഥാനവും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത ശേഷം ഖലീഫിക്ക് മുന്നിലുള്ള ലക്ഷ്യം PSG ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നതു മാത്രമായിരുന്നു. ഇതിനായി 5 വർഷത്തെ പദ്ധതി തയ്യാറാക്കിയ ഖലീഫി വമ്പൻ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നാസർ അൽ ഖലീഫി ടീമിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത് മുതൽ പാരീസുകാർക്ക് ആഘോഷിക്കാൻ വകയേറെയുണ്ടായി. 1994 PSG അവസാനം ഫ്രഞ്ച് ലീഗ് 1 കിരീടം ചൂടിയിരുന്നത്. ഖലീഫി ക്ലബ്ബ് സാരഥ്യം ഏറ്റെടുത്തതിന് പിന്നാലെ 2012-13 സീസണിൽ ടീം ലീഗ് 1 ജേതാക്കളായി. അവിടെ നിന്നിങ്ങോട്ട് ഈ വർഷം വരെ 12 ലീഗ് 1 കിരീടം ഷെൽഫിലെത്തി. 8 ഫ്രഞ്ച് കപ്പും മറ്റു 18 ആഭ്യന്തര കിരീടങ്ങളും കൂടെ പോന്നു. 2 ചാമ്പ്യൻസ് ലീഗും 1 യുവേഫ സൂപ്പർ കപ്പും ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കിരീടവും. അങ്ങനെ ക്ഷാമമില്ലാത്ത ഫുട്ബോൾ വസന്തമായിരുന്നു പാരീസിൽ. 2020 കിലിയൻ എംബാപ്പയും നെയ്മറും ഡിമരിയയും നയിച്ച മുന്നേറ്റകാലത്ത് ചാമ്പ്യൻസ് ലീഗ് കലാശപ്പോരിലെത്തിയിരുന്നു പാരീസുകാർ. കിരീടത്തിൻ്റെ വക്കോളമെത്തിയായിരുന്നു PSG ലിസ്ബണിലെ ആ മൈതാന മധ്യത്തു നിന്നും കണ്ണീർ പൊഴിച്ച് കയറിയത്. അന്ന് ബയൺ മ്യൂണിക്കിനോട് തോറ്റുമടങ്ങുമ്പോഴും പൊരുതാനുള്ള വീര്യമേറെയായിരുന്നു പാരീസ് സംഘത്തിൽ. വിധി പക്ഷേ ജർമ്മൻ ക്ലബിനൊപ്പമായിരുന്നു. കിങ്സ്ലി കോമാൻ്റെ ഒറ്റ ഗോളിൽ തകരുകയായിരുന്നു PSG സ്വപ്ന നേട്ടം. പക്ഷേ ഇവിടെ തകരുന്നതല്ലായിരുന്നു നാസർ അൽ ഖലീഫിയുടെ ആത്മവിശ്വാസം. ക്ലബിനു വേണ്ടി പണമൊഴുക്കി 2021 സാക്ഷാൽ ലയണൽ മെസ്സിയെ ഫ്രഞ്ച് ഭൂമിയിലെത്തിച്ചു. ലോകം പാരീസ് നഗരത്തിലേക്ക് ഉറ്റുനോക്കി. ലോകമാകെ PSG പടർന്ന കാലമായിരുന്നു അത്. 2022 മെസ്സിയും എംബാപ്പയും ഡിമരിയയും കളിച്ചിട്ടും PSGക്ക് മോഹക്കപ്പിലേക്ക് എത്താനായില്ല. അന്ന് പ്രീ ക്വാർട്ടറിൽ റയൽ മഡ്രിഡിനോട് ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ജയിച്ച PSG 2ാം പാദത്തിൽ തോറ്റു. 2023 പൊരുതാൻ പോലുമാകാതെ മടങ്ങിയതോടെ ആരാധകർ ആത്മവിശ്വാസം കൈവിട്ടു. മെസ്സിയും നെയ്മറും എംബാപ്പയും സെർജിയോ റാമോസും മാർക്കിനിയോയും അഷ്റഫ് ഹക്കീമിയും ഡാനിലോയും വിറ്റീനയും അങ്ങനെ പ്രതിഭാധാരാളിത്തം കൊണ്ട് പേര് കേട്ട വമ്പന്മാർക്ക് തടയിട്ടത് ബയേണായിരുന്നു. മെസ്സിയും റാമോസും നെയ്മറുമെല്ലാം ആ സീസണോടെ പടിയിറങ്ങി. PSG വലിയ പ്രതീക്ഷയോടെ എത്തിച്ചവരെല്ലാം പാടെ നിരാശപ്പെടുത്തിയതോടെ ഇനിയൊരു ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടാൻ സാധ്യതയില്ലെന്ന വിശ്വാസം ആരാധകരിലും പിടിമുറുക്കി. 2017 മൊണോക്കോയിൽ നിന്ന് പാരീസിലെത്തിയ എംബാപ്പയും ടീമിനുള്ളിൽ അസ്വസ്ഥനായി. PSG ഒട്ടേറെ നേട്ടങ്ങളിൽ പങ്കാളിയായ എംബാപ്പെ റയൽ മഡ്രിഡിലേക്ക് കൂടുമാറാനൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരന്നു. കരാറും മാനേജ്മെൻറ്റുമായുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും നിറഞ്ഞ കാലത്തിനൊടുവിൽ 2024 ജൂണിൽ പാരീസിനോട് വിടചൊല്ലി അദ്ദേഹം റയൽ മഡ്രിഡ് എന്ന അത്ഭുത ഭൂമിയിലേക്ക് പറന്നു. ട്രോഫികൾ നേടാൻ ഇവിടെയുള്ളതിനേക്കാൾ മികച്ച സ്ഥലമില്ല. ചാമ്പ്യൻസ് ലീഗ് കിരീടം, ലാ ലിഗ, കോപ്പ ഡെൽ റേ തുടങ്ങിയ ലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. മാസ് പ്രഖ്യാപനവുമായി എംബാപ്പെ റയലിൻ്റെ മനം കവർന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എംബാപ്പെ പടിയിറങ്ങിയതിന് പിന്നാലെ പാരീസിലേക്ക് 2 ചാമ്പ്യൻസ് ലീഗ് കിരീടമെത്തി. എംബാപ്പെ പടിയിറങ്ങിയതിന് പിറ്റേ കൊല്ലം ആദ്യ കിരീടമുയർത്തിയ ടീം ഇതാ തുടർച്ചയായ 2ാം വർഷവും മോഹക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു.
ലൂയി എൻറിക്കെ എന്ന കപ്പിത്താനാണ് പാരീസുകാരുടെ അത്ഭുത മനുഷ്യൻ. കരിയറിൽ മൂന്നാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ മനുഷ്യൻ, തകർച്ചയിൽ നിന്ന് മോഹക്കപ്പിലേക്ക് നയിച്ച പോരാളി. ഈ വസന്തകാലത്ത് എൻറിക്കെയും താരമാണ് പാരീസുകാർക്ക്. ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്നത് എംബാപ്പയ്ക്കിന്നും എത്തിപ്പിടിക്കാനാകാത്ത സ്വപ്ന നേട്ടമായി അകലെ മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സീസണിൽ റയലിനേക്കാൾ ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്നത് എംബാപ്പയ്ക്കായിരിക്കും വാശി. കരിയറിൽ ഫുട്ബോൾ ലോകകപ്പും കിരീടവും ഒട്ടേറെയുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ട്രോഫി എന്ന പൊൻതൂവൽ ഇല്ലാതെ പോകുന്നത് നഷ്ടമാണെന്ന ബോധ്യം എംബാപ്പയ്ക്കുണ്ടാകും. വരാനിരിക്കുന്ന സീസണിൽ എംബാപ്പയ്ക്ക് കരുത്തേറും. ചാമ്പ്യൻസ് ലീഗിൽ പോരാട്ടം കനക്കുമെന്നർത്ഥം.